ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് 6 മലയാളത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നാളത്തെ വീക്കെൻഡ് എപ്പിസോഡ് 2 എവിക്ഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 3 പേരെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരാളുടെ പേര് ഇപ്പോൾ കൺഫേമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കൺഫേമായി നാളത്തെ എപ്പിസോഡിൽ പുറത്താകുന്നത് മറ്റാരുമല്ല, നന്ദനയാണ്. നന്ദന നാളെ എപ്പിസോഡിൽ പ്രധാന വാതിലിലൂടെ പുറത്തായി കൊച്ചിയിലേക്ക് പോകുമെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുന്നു. നന്ദനയ്ക്ക് ഇതിനോടകം തന്നെ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ടിക്കറ്റ് ബിഗ് ബോസ് ടീമുകൾ ബുക്ക് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിവേ വളരെ വേദനാജനകമായ ഒരു എവിക്ഷൻ ആയിരിക്കും. കൂടെ ഒരാളൂടെ പോകുന്നുണ്ട്. അത് കണൻസായി ആണോ അതോ നോറയാണോ എന്നറിയാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നാളെ രാവിലെ തീർച്ചയായും വളരെ വ്യക്തമായ അപ്ഡേറ്റ് തരാൻ സാധിക്കും. എനിവേ കണൻസായിക്കും നോറയ്ക്കും സാധ്യതയുണ്ട്. നിലവിൽ നോറ കുറച്ച് മുന്നിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കണൻസായിയും നന്ദനയും ഒരുമിച്ച് പോകാനാണ് 90% ചാൻസ്. എന്നാൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നന്ദനയ്ക്ക് അകമ്പടി സേവിക്കുന്ന ആരാണെന്ന് കൺഫേമായി ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കില്ല. എനിവേ അത് കണ്ണൻസായി ആണെങ്കിൽ കൂടുതൽ നന്ദന ഹാപ്പി ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആങ്ങളയുടെ കെയർ കൊടുക്കാനും അദ്ദേഹത്തിന് യാത്രയിലുടനീളം സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോറ പുറത്തു പോകുമെന്നായിരുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴും മനസ്സിലാവുന്നത് നോറയ്ക്ക് നേരിയ മുന്നേറ്റമുണ്ടായി വോട്ടിങ്ങിൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നോറയ്ക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വോട്ടിംഗ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. നോറയ്ക്ക് വോട്ട് കൂടാനാണ് ചാൻസ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും കണ്ണൻസായിയും അതുപോലെ തന്നെ നന്ദനയും തന്നെ മടങ്ങും. കാരണം കണ്ണൻസായിയും നന്ദനയും ഏതാണ്ട് ഒരേ ലെവലിൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ്. നോറയ്ക്ക് വലിയ രീതിയിലുള്ള വോട്ടുകൾ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ആർമിയുടെയൊക്കെ ആയിരിക്കാം. എനിവേ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഏറ്റവും താഴെ നിൽക്കുന്ന 2 വ്യക്തികളെന്ന നിലയിൽ നന്ദനയും അതുപോലെ തന്നെ തൊട്ട് മേളിലുള്ള കണ്ണൻസായിയും പുറത്തേക്ക് പോകും. എനിവേ സെക്കൻഡ് എവിക്ഷൻ നമുക്ക് കൺഫേം ചെയ്യാനാവില്ല. നന്ദനയുടെ കാര്യത്തിൽ 100% നന്ദന നാളെ മടങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ വളരെ ദൗർഭാഗ്യകരം തന്നെയാണ്. മണി ടാസ്കിൽ വിൻ ചെയ്ത് ആ പൈസ കൊണ്ടൊരു വീട് വെക്കണമെന്നായിരുന്നു നന്ദനയുടെ ആഗ്രഹം. എന്നാൽ അത് പൂർത്തീകരിക്കാൻ നന്ദനയ്ക്ക് സാധിക്കുന്നില്ല. ഒപ്പം തന്നെ മണി ടാസ്കിൽ നന്ദനയെ പെട്ടി എടുക്കാൻ സഹായിക്കാൻ വേണ്ടി നിന്ന കണ്ണൻസായി അടക്കം പുറത്തേക്ക് പോണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വളരെ ദൗർഭാഗ്യകരം. എന്നാൽ ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇവരെ ചതിച്ചത്. ജനങ്ങളുടെ അപ്രീതി നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ നന്ദനയ്ക്കും കണ്ണൻസായിക്കും ആയി എന്നുള്ളതാണ് വാസ്തവം. എനിവേ അങ്ങനെ കയറിയ 6 വൈൽഡ് കാർഡുകളിൽ 5 വൈൽഡ് കാർഡുകളും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഒരാളാണ് വൈൽഡ് കാർഡിൽ അവശേഷിക്കുന്നത്. അത് അഭിഷേക് ശ്രീകുമാർ മാത്രമാണ്. ഈ വർഷം വന്ന 6 വൈൽഡ് കാർഡുകളിൽ 5ഉം പരാജയമായിരുന്നു എന്നുള്ളത് അടിവരയിടുന്നു. എനിവേ നന്ദന നാളെ പുറത്താകുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.